ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ വിക്രമിനെ കൊല്ലാനായിട്ട് വാസവനെ ഏൽപ്പിക്കണേ. അതിന് പ്രതിഫലമായിട്ട് വാസവൻ ജയിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ വരുണും ദീപ്തിയുമായിട്ടുള്ള എൻഗേജ്മെന്റ് എന്നും കൂടെ പറയും. ഇത്രയും വലിയൊരു ഓഫറേ ഇനി സ്വപ്നത്ത് പോലും കിട്ടില്ല കേട്ടോ. അപ്പൊ വാസവൻ പറയും, എനിക്കൊന്ന് ആലോചിക്കണം. ശ്രീകാന്ത് പറയും, ആയിക്കോട്ടെ. കാര്യങ്ങളെ നന്നായി നടന്നാൽ വാസവന്റെ ജീവിതം അങ്ങ് തെളിയാൻ പോവാണ്. ബിസിനസ്സും രാഷ്ട്രീയവും നല്ല കോംബോയാണ്. എന്നാവാ വാസവൻ പോയിട്ട് നാളെ വാ. അപ്പൊ ചന്ദ്രശേഖരൻ പറയും, തീരുമാനം പോസിറ്റീവ് ആവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീകാന്ത് പറയും, അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ ഫണ്ടിലേക്കുള്ള ആദ്യ ഗഡു നാളെ നമ്മൾ കൈമാറും. എങ്കിൽ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ. അങ്ങനെ വാസവൻ അവിടുന്ന് പോവും. അങ്ങരുടെ ഉള്ളില് ഇപ്പോഴും അതങ്ങട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ അങ്ങര് ഇവരെങ്ങനെ നോക്കിയിട്ടാണ് ആ കാറിൽ കയറി പോകുന്നത്. പോയി കഴിഞ്ഞതും ശ്രീകാന്ത് പറയും, ഇപ്പൊ അയാൾ വീണില്ലേ, എപ്പ വീണെന്ന് ചോദിച്ചാൽ മതി എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ നിന്ന് ചിരിക്കുകയാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ തിരികെ വീട്ടിലെത്തുമ്പോൾ വിക്രമിന്റെ ബൈക്ക് കാണും. അപ്പൊ തന്നെ വിക്രം റൂമിലുണ്ടെന്ന് മനസ്സിലാക്കുന്ന വേദ അകത്തേക്ക് ചെല്ലാട്ടോ. വേദ നല്ല ദേഷ്യത്തിലാ വരുന്നത്. വേദയെ കാണുന്നതും വേതാളം വന്നായിരുന്നോ എന്ന് പറഞ്ഞ് വിക്രം നല്ല സ്നേഹത്തോടെ എഴുന്നേൽക്കാട്ടോ. കട്ടിലിങ്ങനെ ഇരിക്കുമ്പോ വേദയ്ക്കും ഇന്നൊരു വാർത്ത കണ്ടു, സത്യാണോ? ശ്രീനിവാസനാണോ പ്രോഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി? വിക്രം പറയും, അതറിഞ്ഞല്ലേ, കഴിഞ്ഞ വർഷം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതായിരുന്നു, അവസാനം മാറിപ്പോയതാ. ഇത്തവണ സാറ് ജയിക്കും, അത് ഉറപ്പാ. അപ്പൊ വേദ പറയും, അതിനാണോ ഇലക്ഷൻ ചാർജ് മൊത്തം നിങ്ങളെ തന്നെ ഏൽപ്പിച്ചത്? നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്നറിയാം, എങ്കിലും ചോദിച്ചു പോവാ. അയാളുടെ ചരടിനനുസരിച്ചല്ലാതെ നിങ്ങൾക്ക് ചലിക്കാനാവില്ലല്ലേ? ഇതൊക്കെ ഇങ്ങനെ വേദ ദേഷ്യപ്പെടുന്നത് അവിടെ അപ്പുറത്തെ കമ്പനിയിൽ നിന്ന് ശ്രീജയും അമ്മയും കേൾക്കുന്നുണ്ട് കേട്ടോ. വിക്രം പറയും, വേദ പാർട്ടിക്കാരെല്ലാരും കൂടെ. വേദ പറയും, നിങ്ങളെന്നാ പാർട്ടിക്കാരനായത്? എന്തിനാ അങ്ങനെ ഒരു ലേബൽ? ഗുണ്ടെന്ന ലേബൽ മറയ്ക്കാനാണോ? എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ചെയ്യുന്ന ജോലിനെ അത് മനുഷ്യർക്ക് മനസ്സിലാവാൻ പറ്റില്ലെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ജനങ്ങളെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും പറ്റിച്ചും ഭരണം കൈയടക്കിയ നാട്ടിൽ അയാൾ നടത്തുന്ന പണികൾ തുടർന്നുകൊണ്ട് പോവാൻ ഇപ്പൊ ഒരാള് വേണം. ആ ആൾക്കൊരു രാഷ്ട്രീയക്കാരന്റെ പ്രതിച്ഛായ കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി. അതിനല്ലേ നിങ്ങൾക്ക് വെച്ച് നീട്ടിയിരിക്കുന്ന ഈ പാർട്ടി സ്ഥാനം? തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം വഹിക്കാനുള്ള ഉത്തരവാദിത്വം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അയാൾക്ക് വേണ്ടി നിങ്ങളായിരിക്കും ഇനി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതോടെ ശ്രീകാര്യ ശ്രീനിവാസന്റെ അധോലോകത്തിന്റെ ചുമതലകൾ മുഴുവനും വിക്രം സുധാകരന്. അയാൾ ജനസേവകന്റെ കുപ്പായിട്ട് ചിരിയോടെ നിൽക്കുമ്പോൾ അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അയാളെക്കാളും വലിയ മറ്റൊരു തെമ്മാടി അല്ലേ? പണ്ട് നേതാവെന്ന പിള്ളസാറിന്റെ കീഴിൽ നിന്ന ശ്രീനിവാസൻ ഗുണ്ടായിസം നടത്തിയതുപോലെ ശ്രീനിവാസന്റെ കീഴിൽ നിങ്ങൾക്കും പ്രവർത്തിക്കാം. മറ്റൊരു വിക്രമിനെ വളർത്തിയെടുക്കാം അല്ലേ? വിക്രമിനൊന്നും പറയാൻ പറ്റണില്ല. വേദം നിർത്തുന്നില്ല. പക്ഷേ അതിന് ഈ രാജ്യത്തെ നിയമം അനുസരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ ഒരിക്കലും നേരെയാവാൻ പോകുന്നില്ല. ശ്രീനിവാസന്റെ കക്ഷത്ത് നിന്ന് നിങ്ങൾക്ക് ഇനിയൊരു മോചനമില്ല. അയാളുടെ വേട്ടപ്പട്ടിയായിട്ട് ജീവിതം അവസാനിക്കാൻ നിങ്ങളുടെ വിധി. അത് കണ്ട് സങ്കടപ്പെടാനാ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ യോഗവും. അത്രയും പറഞ്ഞ് വേദ അവിടുന്ന് പോകും. വേദ എന്ന് വിക്രം വിളിക്കുന്നുണ്ടെങ്കിലും നിൽക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ അമ്മയും ശ്രീജേടത്തിയും അവിടുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ശ്രീജ പറയും, ഈ വഴക്ക് മൂർച്ഛിക്കണല്ലോ അമ്മ. വിക്രം പോയി വരുമ്പോഴേക്കും ഇതിവിടെ നിൽക്കുന്നു തോന്നുന്നില്ല. വേദയുടെ ഉള്ളില് കാര്യമായിട്ട് എന്തോ തട്ടിയിട്ടുണ്ട്. അത് ആ കുട്ടി ആരോടും പറയുന്നില്ല. ഞാൻ ചോദിച്ചപ്പോ എന്നോട് മുഷിഞ്ഞ ആ കുട്ടി സംസാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അമ്മയ്ക്കും വലിയ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ അവിടുന്ന് നേരെ റൂമിൽ വന്ന് ബാഗ് കടച്ചിട്ട് ഹോളിന്ന് വെള്ളം കുടിക്കുമ്പോ അങ്ങോട്ട് കമലമ്മ വരികയാണേ. എന്നിട്ട് മോളും വിക്രവും സംസാരിക്കുന്നത് ഞങ്ങളവിടെ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ കേട്ടു. കുറച്ചു ദിവസമായിട്ട് മോള് സന്തോഷത്തിലല്ലെന്ന് എനിക്കറിയാം. മാഷെക്കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ടാണെന്നാ ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ മാഷ് വന്നിട്ടും മോളുടെ സങ്കടം മാറിയിട്ടില്ലെന്ന് മനസ്സിലായി. എന്താ മോള് ഉള്ളിൽ കൊണ്ടു നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. പറയാവുന്നതാണെങ്കിൽ അത് മോൾക്ക് അമ്മയോട് പറഞ്ഞൂടെ? വിക്രമിന്റെ കാര്യമാണെങ്കിൽ അത് നമുക്ക് സംസാരിക്കാം. അപ്പൊ വേദറയും, കാര്യമില്ലമ്മേ, ഇത്രയും കൊല്ലായിട്ട് നിങ്ങളൊക്കെ ശ്രമിച്ചതിൽ കുറച്ചു കാലം ശരിയാവുമെന്ന് ഞാനും വിചാരിച്ചു. ഇപ്പൊ എനിക്ക് മനസ്സിലായി അത് ശരിയാവില്ല. പറയും, അങ്ങനെ പറയില്ല മോളെ, അവൻ ഇത്രയും വരെ കൊണ്ടെത്തിച്ചത് മോളല്ലേ? വേദറയും, അതുകൊണ്ടാ ആ പ്രതീക്ഷ ഇനി വേണ്ടെന്ന് എനിക്ക് തോന്നിയത്. അമ്മറയും, എനിക്ക് മോളുടെ പ്രശ്നം മനസ്സിലാകും. മറ്റെന്തെന്ന് മാറി നിൽക്കാൻ പറഞ്ഞാലും അവനത് അനുസരിക്കും. പക്ഷേ ശ്രീനിവാസിന്റെ കാര്യത്തിൽ അത് അങ്ങനെ അല്ലാതായിപ്പോയി. വേദറയും, അത് അമ്മയ്ക്കും മനസ്സിലായല്ലോ. അപ്പൊ ഇനിയും പ്രതീക്ഷിക്കുന്നതില് എന്ത് കാര്യമുള്ളത്? അങ്ങനെയല്ല മോളെ, ലോകം മുഴുവനും തെറ്റുകാരനായി കണ്ടാലും മാഷവനങ്ങനെ കാണില്ലെന്നൊരു വിശ്വാസം അവനിലുണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെയല്ല സംഭവിച്ചത്. അതാണെങ്കിൽ അവന് വലിയ ആഘാതമായി. തന്നെ വിശ്വസിക്കാത്ത അച്ഛനോട് സത്യം തുറന്നു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അവന് തോന്നി. ആ സമയത്താണ് ആ ശ്രീനിവാസൻ അവന്റെ ജീവിതത്തിലേക്ക് വന്നത്. ഒരിക്കൽ അവനത് പറയുകയും ചെയ്തിട്ടുണ്ട്, അച്ഛൻ ചേർത്ത് പിടിക്കുന്നതിന് പകരം ശ്രീനിവാസനാണ് അവനെ ചേർത്ത് പിടിച്ചതെന്ന്. ഏതോറിയും അത് സ്നേഹം കൊണ്ടാണെന്നാണോ അമ്മ വിചാരിക്കുന്നത്? ഒരിക്കലും അറിയാം. വിക്രമിനോട് നല്ലതുപോലെ അല്ലാതിരുന്ന സമയത്തും അവനെക്കുറിച്ച് ഓർത്ത് മാഷ് ദുഃഖിക്കുന്നത് എനിക്കറിയാം. ഒരിക്കലും ശ്രീനിവാസന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവില്ല, അതെനിക്കറിയാം മോളെ. പക്ഷേ ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്തൊരു ബന്ധം അയാള് വിക്രവുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്.
അവൻ മലയ്ക്ക് പോയി വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. മാലയിട്ട സമയത്ത് സംസാരിച്ച് ഒരു വഴക്കുണ്ടാവണ്ടെന്ന് വിചാരിച്ചാ ഇപ്പൊ നമുക്ക് നടക്കാൻ പോകുന്ന അയ്യപ്പ വിളക്കിനെയും അവൻ മലയ്ക്ക് പോകുന്നതിനെ കുറിച്ച് മാത്രം സംസാരിക്കാം മോളെ. ശരണം വിളി മുഴങ്ങേണ്ട വീടാണേ, അതിനു പകരം വഴക്കും വക്കണത്തും ഉണ്ടാക്കരുത്. വേദോറയും ഇല്ലമ്മേ, ഞാനായിട്ട് ഇനിയൊരു വഴക്കിന് നിൽക്കുന്നില്ല. അത് മതി. പിന്നെ ഒരു കാര്യം കൂടെ മോളോട് ചോദിക്കാനുണ്ടായിരുന്നു. അയ്യപ്പ വിളക്കിനെ മോളുടെ വീട്ടുകാരെ കൂടെ വിളിക്കണ്ടേ? സാധാരണ ഇവിടങ്ങളിൽ നടക്കാത്തൊരു പതിവാണേ. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ നമ്മുടെ മനസ്സില് ഇഷ്ടക്കേട് പാടില്ല. വേദോറയും വേണ്ടമ്മേ, അവിടുന്ന് ആരും വരാൻ പോകുന്നില്ല. എന്തായാലും നമ്മുടെ ഒരു മര്യാദയില്ലേ മോളെ, ഞാൻ പത്മത്തെ വിളിച്ച് വരാൻ പറയാൻ പോവാ. വരികയാണെങ്കിൽ വരട്ടെ. വേദോറയും അമ്മയുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് വേദ അവിടുന്ന് പോവും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പത്മത്തെ വിളിച്ച് കമലമ്മ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പത്മ അത് ശങ്കറിന്റെ അടുത്ത് വന്ന് പറയണേ. അപ്പൊ തന്നെ ശ്രീകാന്തും അങ്ങോട്ട് വരും. ശ്രീകാന്ത് വന്ന് അവൻ ഒരിക്കലും നന്നാവില്ലെന്ന് പറയും. പത്മം പറയും, മനുഷ്യന്റെ ബുദ്ധി എപ്പോഴാ തെളിയെന്ന് പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പോ ഇതിലൂടെ ആയിരിക്കാം എല്ലാം തെളിയുന്നത്. ആ കാര്യത്തിൽ അമ്മയ്ക്ക് സംശയം വേണ്ട. ശബരിമലയിലല്ല, കൈലാസത്ത് പോയി വന്നാലും അവന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ശങ്കരൻ ചോദിക്കും, വിളക്ക് നടത്തുന്നത് പറയാനാണോ പത്മത്തിനെ വിളിച്ചത്? അത് പിന്നെ വരാൻ കഴിയുമെന്ന് ചോദിച്ചു. ശ്രീകാന്തൊക്കെ എവിടേക്ക്? ആ വീട്ടിലേക്കോ? എന്നിട്ട് എന്താ അമ്മ പറഞ്ഞത്? ശങ്കരനും ചോദിക്കും. പത്മം പറയും, ശങ്കരേട്ടനോട് ചോദിക്കട്ടെ എന്ന്. അങ്ങനെയാണോ ചോദിക്കേണ്ടിയിരുന്നത്? അപ്പൊ ശ്രീകാന്ത് പറയും, വരാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൂടായിരുന്നോ? മകളുടെ കൂടെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്നല്ലേ, അമ്മയ്ക്ക് പോകണമെന്ന് തോന്നിയിട്ടുണ്ടാകും. അപ്പൊ ശങ്കരൻ പറയും, പോകുന്നതില് എനിക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. ദൈവകാര്യത്തിനായതുകൊണ്ട് നിഷേധിക്കുന്നത് ശരിയുമല്ല. പക്ഷെ ക്ഷണിക്കുന്നത് ദൈവത്തിനു കൂടെ നിരക്കുന്ന രീതിയിലായിരിക്കണം എന്ന് മാത്രം. പത്മത്തിന് മനസ്സിലായോ? നിനക്ക് അവളോട് തോന്നുന്ന സ്നേഹവും ഇഷ്ടമൊന്നും അവൾക്ക് നിന്നോട് തിരിച്ചില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവൾ ആ വീട്ടിൽ നിന്ന് വിക്രത്തിന്റെ അമ്മയെ കൂട്ടി ഇവിടെ വന്ന് ക്ഷണിച്ചനെ. ഇങ്ങനെയുള്ള വിളക്കും ചടങ്ങൊക്കെ വല്ലപ്പോഴും നടക്കുന്നതാണ്. പത്മം പറയും, ഇവിടെ വന്ന് വിളിച്ചാൽ നമ്മൾ എന്തെങ്കിലും പറയുമെന്ന് കരുതിയിട്ടായിരിക്കാം. ശങ്കരൻ പറയും, വേദയും വിക്രവും ഇങ്ങോട്ട് വരാത്തവരല്ലല്ലോ. ദീപ്തിയുടെ വിഷയത്തിൽ നീ നിരാഹാരം കിടന്നപ്പോ അവരിങ്ങോട്ട് വന്ന് സംസാരിച്ചതല്ലേ, അപ്പോ അത്രയ്ക്ക് ആവശ്യം മതി എന്ന് അവർ കരുതിയിട്ടുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ആവശ്യങ്ങൾ മാത്രമേ തിരിച്ചും കാണിച്ചാൽ മതി. മനസ്സിലായല്ലോ? എങ്കിൽ പൊയ്ക്കോളൂ, എനിക്കിത്തിരി പണിയുണ്ട് എന്ന് പറയുമ്പോ ശ്രീകാന്തിന് സന്തോഷാവട്ടോ. അങ്ങനെ പത്മവും ശ്രീകാന്തും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. പിന്നീട് കാണിക്കുന്നത് മാഷിന് ഇപ്പോഴും ആ ഒരു അസ്വസ്ഥത മാറിയിട്ടില്ല കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോ കമലമ്മ രാസനാദിപ്പൊടി നാരകനീരിൽ ചാലിച്ചതാണേ, നെറ്റിയിലിട്ട് കൊടുക്കുക. അങ്ങനെ അതൊക്കെ ചെയ്തു കൊടുത്തിട്ട് പറയും, മാഷേ, വേദയും വിക്രവും തമ്മില് എന്തോ പ്രശ്നമുണ്ട്. അവർ തമ്മിൽ എന്നാ പ്രശ്നമില്ലാത്തത്? അത് അങ്ങനെ ഒരു ബന്ധമല്ലേ, അത് അവരെന്നെ തീർത്തോളും. കമല പറയും, ഇത് അങ്ങനെ ഒരു പ്രശ്നമല്ല മാഷേ, 2-3 ദിവസമായിട്ട് വേദയുടെ ഉള്ളിൽ എന്തോ ഉണ്ട്. ആ കുട്ടി അത് ആരോടും പറയണമില്ല. ശ്രീജ എന്താ കാര്യം എന്നറിയാൻ വേണ്ടി സംസാരിക്കാൻ ചെന്നതാ. അത്ര സുഖത്തിൽ എത്ര അല്ല മറുപടി പറഞ്ഞത്. വേദ ശ്രീജയോട് അങ്ങനെയൊന്നും സംസാരിക്കാത്തതാ. മാഷ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആ കുട്ടി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. മാഷെ കാണാത്ത സങ്കടാവുന്ന ഞാൻ കരുതിയത്. അപ്പോഴും എന്നെ ആശ്വസിപ്പിച്ചത് ആ കുട്ടിയായിരുന്നു. പക്ഷെ മാഷ് വന്നിട്ടും വിക്രമിനോടുള്ള പെരുമാറ്റത്തിൽ ഒരു മാറ്റവും ഇല്ല. വിക്രമ ശ്രീനിവാസിന്റെ ഇലക്ഷൻ കാര്യത്തില് പങ്കെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് ഇന്നും വഴക്കിട്ടു. ഞാൻ സംസാരിക്കാൻ ചെന്നപ്പോഴും ആ കുട്ടി സങ്കടത്തിൽ തന്നെയാണ്. മാഷു പറയും, ഇത്രയായിട്ടും വിക്രം ആ ശ്രീനിവാസിനെ വിട്ട് പോരാത്തതിലുള്ള പ്രശ്നമായിരിക്കും അവൾക്ക്. മാഷെന്നാ അവനോട് അവളോടൊന്ന് സംസാരിക്കോ? പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ. മാഷു പറഞ്ഞ അവൻ കേൾക്കും. അവർക്കിടയിലുള്ള പ്രശ്നം ആ ശ്രീനിവാസനാണെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കേണ്ടതും നമ്മൾ തന്നെയല്ലേ. മാഷു പറയും, അവന് ശ്രീനിവാസനുമായിട്ട് എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കറിയില്ല, അതറിയണം. പക്ഷെ അത് ചോദിക്കാനും പറയാനും പറ്റിയ സമയം ഇതല്ല. 2-3 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അവൻ മലയ്ക്ക് പോയിട്ട് വരട്ടെ, അതിനുശേഷം സംസാരിക്കാം. സംസാരിക്കുമ്പോ അത് വലിയ വിഷയമാവും. വ്രതത്തിൽ നിൽക്കുമ്പോ അത് വേണ്ട. മതി മാഷേ, അവൻ പോയിട്ട് വരട്ടെ. എന്നാ മാഷ് ഇങ്ങനെ ഇരിക്കണ്ട, കിടന്നോളൂ എന്ന് കമലമ്മ പറയാട്ടോ. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അവിടെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു ദിവസാട്ടോ കെട്ടുകറയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുക. വേദ ഓഫീസിലേക്ക് പോവാൻ റെഡിയാവണേ. അപ്പൊ വിക്രം വന്നിട്ട്, വേദ നീ ഇങ്ങനെ മിണ്ടാതെയും പറയാണ്ടേ നിൽക്കല്ലേ, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. എന്റെ ജീവിതത്തിൽ ശ്രീനി സാറിനെ എത്രത്തോളം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നിനക്കറിയാലോ. ഇപ്പൊ ശ്രീനി സാറിന്റെ ജീവിതത്തിലെ ഒരു ക്രൂഷ്യൽ ഘട്ടമാണ്. ഈ സമയത്ത് എനിക്ക് തിരിച്ച് സഹായിക്കാതിരിക്കാൻ പറ്റില്ല. ഈ സമയത്തും വേദ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് മാറി നിൽക്കാൻ കഴിയാത്തോണ്ടല്ലേ വേദ. ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ നീ ഒന്ന് ക്ഷമിക്കേ. അങ്ങനെ വിക്രം എന്തൊക്കെ പറയാൻ വന്നിട്ടും മിണ്ടാ നിന്നിട്ടൊന്നും വേദ മൈൻഡ് ചെയ്യാതെ അവിടുന്ന് പോകാൻ തുടങ്ങാട്ടോ. പ്ലീസ് വേദ എന്ന് പറഞ്ഞ വിക്രം പിന്നാലെ നടക്കുക. എന്നാ വേദ അതൊന്നും മൈൻഡ് ചെയ്യാതെ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ അമ്മയും ശ്രീജയെ അങ്ങോട്ട് വരും. വിക്രമിനോട് മിണ്ടാൻ നിൽക്കാതെ വേദ ഇങ്ങനെ അവിടുന്ന് പോകുന്നതാ കാണുന്നത്. മോളിന്ന് പോകുന്നുണ്ടോ? പോണമ്മേ, അത്യാവശ്യമായിട്ട് ചില ജോലികൾ തീർക്കാനുണ്ട്. വിളക്കിനുള്ള ആൾക്കാര് ഇപ്പൊ എത്തിത്തുടങ്ങും. ഉച്ചയ്ക്ക് മുമ്പെങ്കിലും എത്താൻ നോക്കണേ. വേദ പറയും, ശരിയമ്മേ, വരട്ടെ അമ്മേ എന്ന് പറഞ്ഞ് വേദ ഇവിടെ നിന്ന് ഇറങ്ങാട്ടോ. അപ്പൊ ഉണ്ടാവും നന്ദിനി അങ്ങോട്ട് ഓടി വരുന്നേ. വേദ അവിടെ നിൽക്കാണ്ട് പോകും. നന്ദിനി വന്നിട്ട് പറയും, അച്ഛമ്മ വന്നിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമാവും. ആഹാ, അമ്മ എത്തിയോ? പിന്നെ അച്ഛനുണ്ടായ സംഭവമൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല, അറിയാണ്ട് പോലും പറഞ്ഞു പോരുതേ എന്നിങ്ങനെ കമലമ്മ പ്രത്യേകം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അമ്മ അകത്തേക്ക് പോകും. എല്ലാവരും അച്ഛമ്മേനെ നോക്കി നിൽക്കാട്ടോ. അച്ഛമ്മയാണെങ്കിൽ വന്ന ഉടനെ തന്നെ
ഈ യൂട്യൂബിലിടാനുള്ള വീഡിയോ ഒക്കെ എടുക്കാട്ടോ. ആ സമയത്തായിരിക്കും വേദ ഇറങ്ങി വരുന്നത്. വേദ അച്ഛമ്മേനെ കണ്ടിട്ട് പോലുമില്ല. പോവാൻ തുടങ്ങുമ്പോൾ അച്ഛൻ പറയും, അതെ അയ്യപ്പ വിളക്കിന്റെ ഒരു വീഡിയോ എടുക്കാന്ന് കരുതി യൂട്യൂബിലിടാനേ. പണി തീരും മുമ്പേ ഇൻട്രോ എടുക്കാന്ന് കരുതി. അല്ല, എന്താ മുഖം വാടിയിരിക്കുന്നത്? വേദ പറയും, ഏയ് ഒന്നുമില്ല അച്ഛമ്മേ. എങ്കിൽ പോയിട്ട് വാ. അങ്ങനെ വേദ വിഷമത്തോടു കൂടെ തന്നെ അവിടുന്ന് പോകും. ചെറുതായി കരയുന്നോണ്ട് കേട്ടോ. അച്ഛമ്മ ഇങ്ങനെ നോക്കി നിന്ന് അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അച്ഛമ്മ അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നന്ദിനി പറയും, അച്ഛമ്മ വന്നേ. ഓട്ടോയിൽ വന്നിറങ്ങിയത് കണ്ടപ്പോൾ ഞാനാ വന്ന് പറഞ്ഞത്. ഓ, ആ നശൂലം പിടിച്ച തള്ള വന്നിട്ടുണ്ടാവുന്നായിരിക്കും അല്ലേ പറഞ്ഞത്? നന്ദിനി പറയും, അയ്യോ കേട്ടില്ല അമ്മേ, ഞാൻ ഇങ്ങനെയാണോ പറഞ്ഞത്? അപ്പം അച്ഛൻ പറയും, അങ്ങനെ ആയിരിക്കില്ലെങ്കിലും നിന്റെ മനസ്സിൽ അങ്ങനെ ആയിരിക്കും. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? നന്ദിനി പറയും, എന്നാ അച്ഛമ്മ അങ്ങ് സഹിച്ചോ എന്ന് പറഞ്ഞ് നന്ദിനി അവിടുന്ന് പോവാട്ടോ. സുധാകരൻ എന്തേ പറമ്പിലാണോ? അല്ല, മാഷിന് ഒരു പനി അകത്തുണ്ട്. ഏ, എന്തു പറ്റി? നല്ലൊരു ദിവസമായിട്ട് ഞാനൊന്നും കാണട്ടെ. ശ്രീജയ് ഇത് അങ്ങോട്ട് വെച്ചോ എന്ന് പറഞ്ഞ ബാഗൊക്കെ കൊടുത്ത് അച്ഛമ്മ മാഷടുത്തേക്ക് പോവാണേ. ശ്രീജയും മാഷും വിക്രവും പരസ്പരം ഇങ്ങനെ വലിയ ടെൻഷനോട് കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസന്റെ വീട്ടിലാണ്. അങ്ങനെ ഇങ്ങനെ കാപ്പി കുടിച്ച് പത്രം വായിച്ചിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരികയാണേ. ശ്രീനേട്ടാ, പാർട്ടി ഓഫീസിൽ നിന്നാ എന്ന് പറഞ്ഞു സുധ അത് വന്ന് കൊണ്ടു കൊടുക്കുക കേട്ടോ. അങ്ങനെ അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതും ശ്രീനി സാർ ഞെട്ടും. എപ്പോ അങ്ങനെ ഒരു പരാതി നിൽക്കോ? ശരി ശരി, ഞാൻ വക്കീലിനെ വിളിക്കാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണേ. എന്താ പ്രശ്നം എന്ന് വെച്ച് സുധ വരുമ്പോൾ അവളുടെ ഒരു പുതിയ കേസ്. ആരുടെ? വേറെ ആരെ? വേദ തന്നെ എന്ന് പറഞ്ഞിങ്ങനെ നല്ല ദേഷ്യത്തിൽ നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്